ATMകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ റിസർവ് ബാങ്കുമായി ചേർന്ന് നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. കേരളത്തിലെ സംഭവങ്ങൾ ഗൌരവതരമെന്നും ധനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. ലോക്സഭയിൽ KC വേണുഗോപാലിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ധനമന്ത്രി. ATM തട്ടിപ്പ് കേസ് പ്രതി ഗബ്രിയേൽ മരിയനെ 10 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തിരുവനന്തപുരം CJM കോടതിയാണ് ഗബ്രിയേലിനെ ഈ മാസം 22 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ആഭ്യന്തര സുരക്ഷയ്ക്കും ബാങ്കിംഗ് ഇടപാടിനും പ്രതികൾ ഭീഷണിയാണെന്ന് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. FIRന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. ബാങ്കിംഗ് ഇടപാടിനും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും പ്രതികൾ ഭീഷണിയാണെന്നാണ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നത്. പ്രതികളായ റുമേനിയൻ സ്വദേശികൾ വൈഫൈ പോക്കറ്റ് റൂട്ടർ വഴിയാണ് ഇടപാടുകാരുടെ വിവരങ്ങൾ ചോർത്തിയത്. 7 ലക്ഷത്തിലധികം രൂപ ഇപ്രകാരം മോഷ്ടിച്ചതായിട്ടാണ് FIRൽ പറയുന്നത്. ഗബ്രിയേലിനു വേണ്ടി അഡ്വക്കേറ്റ് അലക്സ് ബാബു ബംഗ്ലാവിൽ വക്കാലത്ത് സമർപ്പിച്ചു. മുംബൈയിൽ കൊണ്ടുപോയി തെളിവെടുക്കേണ്ടതിനാൽ 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ KE ബൈജുവിന്റെ അപേക്ഷ കോടതി അംഗീകരിച്ചു. കസ്റ്റഡിയിൽ ലഭിച്ച പ്രതിയെ ഇന്ന് പോലീസ് വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും. പ്രതിയെ നാളെ ATM കേന്ദ്രങ്ങളിലും താമസിച്ച സ്വകാര്യ ഹോട്ടലുകളിലും എത്തിച്ച് തെളിവെടുക്കും. പ്രതിയുമായി നാളെ മുംബൈക്ക് പോകാനാണ് പോലീസിന്റെ ആദ്യ തീരുമാനമെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ യാത്രയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. S. ജീവൻകുമാർ, തിരുവനന്തപുരം. തലസ്ഥാനത്തെ ATM തട്ടിപ്പിന്റെ പൂർണ്ണ ചിത്രം 3 ദിവസങ്ങൾക്കകം തെളിയുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. പ്രതികൾ ഉപയോഗിച്ച സാങ്കേതിക വിദ്യ പരിശോധിക്കേണ്ടതുണ്ടെന്നും DGP പറഞ്ഞു. ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ മനസ്സിലാകും. ടെക്നോളജി ഉപയോഗിച്ചിട്ട് അവർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ടെക്നോളജി മനസ്സിലാക്കണം. അത് കണ്ടിട്ട് എവിഡൻസ് കളക്ട് ചെയ്യാം. ബാക്കി ആൾക്കാരുടെ അവരുടെ കൂടുതൽ ആൾക്കാർ ആരായിരുന്നു അതാണോ അത് ഞങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. കശ്മീർ പ്രശ്നം പരിഹരിക്കാൻ സർവകക്ഷി സംഘത്തെ അയക്കില്ല. കശ്മീർ ജനതയുടെ വിശ്വാസം ആർജിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാക് അധിനിവേശ കശ്മീരും ഇന്ത്യയുടെ ഭാഗമാണെന്നും മോദി അറിയിച്ചു. കശ്മീർ സംഘർഷത്തെ തുടർന്ന് പാർലമെന്റിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് മോദി കശ്മീർ നയം അറിയിച്ചത്. വിഘടനവാദികളുമായി ചർച്ച വേണമെന്ന് CPM യോഗത്തിൽ ആവശ്യപ്പെട്ടു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ആരംഭിച്ചത്. യോഗം 4 മണിക്കൂറോളം നീണ്ടു. സർവകക്ഷി സംഘത്തെ കാശ്മീരിലേക്ക് അയക്കണമെന്ന ആവശ്യം യോഗത്തിൽ പരിഗണിച്ചില്ല. ഗുരുതരമായ പരിക്കുണ്ടാക്കുന്ന പെലറ്റ് വെടിയുണ്ടകൾ കാശ്മീരിൽ ഉപയോഗിക്കരുതെന്ന് CPIM ആവശ്യപ്പെട്ടു. വിഘടനവാദികളടക്കം എല്ലാ വിഭാഗക്കാരുമായി കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. എന്നാൽ വിഘടനവാദികളുമായി ചർച്ച ചെയ്യുന്ന കാര്യം പിന്നീടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. उन्होंने कहा कि जम्मू और कश्मीर सर्वपंथ समभाव की सदियों पुरानी प्रतिबद्धता का प्रतीक है, जहां पर हिंदू, सिख, बौद्ध एवं मुसलमान सदियों से एक साथ रहते आए हैं. हम कश्मीर के मुद्दे का संविधान के मूलभूत सिद्धांतों माने बेसिक प्रिंसिपल्स के अनुरूप अस्थायी और शांतिपूर्ण हल के लिए प्रतिबद्ध है. കാശ്മീർ വിഷയത്തിൽ വാജ്പേയി സർക്കാരിന്റെ നയം പിന്തുടരുമെന്ന് മോദി യോഗത്തിൽ വ്യക്തമാക്കി. രാജ്യരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ല. അതേസമയം തന്നെ കാശ്മീർ ജനതയുടെ വിശ്വാസം ആർജിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. പാക് അധിനിവേശ കാശ്മീരും ഇന്ത്യയുടെ ഭാഗമാണെന്നും മോദി പറഞ്ഞു. രാജ്യസഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിക്കാൻ തയ്യാറായത്. പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് എല്ലാ പിന്തുണയും പ്രതിപക്ഷ പാർട്ടികൾ വാഗ്ദാനം ചെയ്തു. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ വൻ ഭൂമി കയ്യേറ്റം. കടവന്ത്രപ്പുഴയുടെ തീരത്തെ പുറമ്പോക്ക് ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറി കൂറ്റൻ മതിൽ കെട്ടി പുഴയുടെ ഗതി തന്നെ തിരിച്ചുവിട്ടു. പുഴയോരത്തെ കണ്ടൽ ചെടി ഉൾപ്പെടെയുള്ള മരങ്ങളും വ്യാപകമായി വെട്ടി നശിപ്പിച്ച് 6 ഏക്കറിലധികം ഭൂമിയാണ് കയ്യേറ്റം ചെയ്തിരിക്കുന്നത്. വയനാടൻ മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന കടവന്ത്രപ്പുഴയുടെയും കുറ്റ്യാടി ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന കുറ്റ്യാടിപ്പുഴയുടെയും സംഗമസ്ഥാനമാണിത്. ഇവിടെയാണ് കടൽ ഭിത്തി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കൂറ്റൻ കരിങ്കല്ലുകൾ ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തി മതിൽ കെട്ടി പുറമ്പോക്ക് ഭൂമി കയ്യേറിയിരിക്കുന്നത്. പുഴയുടെ ഒഴുക്കിനെ ഗതിതിരിച്ചു വിട്ടാണ് മതിൽ കെട്ടിയിരിക്കുന്നത്. കനത്ത മഴ പെയ്യുമ്പോൾ പരിസരവാസികളുടെ നെഞ്ചിടിപ്പ് കൂടും. പുഴ കരകവിഞ്ഞാൽ സമീപത്തെ വീടുകൾ മുഴുവൻ വെള്ളത്തിനടിയിലാകും. ഈ പുഴയുടെ കെട്ടി ഇങ്ങനെ മുട്ടിച്ച് വലിയ കടൽ സൈഡ് കെട്ടുന്ന സീവാട് പോലുള്ള കല്ലുകൊണ്ടത് കെട്ടിമുട്ടിച്ച് പുഴയുടെ ദിശ മാറ്റി വിട്ടാൽ പന്നിക്കൂട്ടൂർ കോളനിയിലുള്ള ഏകദേശം ഒരു 10-25 കുടുംബങ്ങളുടെ ഏക്കർ കണക്കിന് ഭൂമി നഷ്ടപ്പെടുകയും അതുവഴി അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയും വരും. ഇവിടെ മരങ്ങൾ വെട്ടിമുറിക്കപ്പെട്ടു, ഓടകൾ നശിപ്പിക്കപ്പെട്ടു. ഇത് ഫോറസ്റ്റ് പെർമിഷൻ ഇല്ലാതെ ഇവിടുന്ന് ഒരു മരം പോലും
മുറിക്കാൻ വേണ്ടി കഴിയില്ല. അത് ഫോറസ്റ്റിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള ഭൂമിയാണ്. ആ നിയമം ഒരു വശത്ത് ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വ്യാപകമായ റവന്യൂ ഭൂമി കയ്യേറ്റവും നടന്നിട്ടുണ്ട്. പുഴയോരത്തെ കണ്ടൽ ഉൾപ്പെടെയുള്ള മരങ്ങൾ പൂർണ്ണമായും വെട്ടിനശിപ്പിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. കടവന്ത്ര പുഴക്കരയിലെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഏക്കർ കണക്കിന് പുറമ്പോക്ക് ഭൂമിയാണ് സ്വകാര്യ വ്യക്തി കയ്യേറിയിരിക്കുന്നത്. ഈ കയ്യേറ്റം തടയാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ പുഴ തന്നെ വിസ്മൃതിയിലാകും. ക്യാമറമാൻ RK ഫിറോഷിനൊപ്പം PV കുട്ടൻ. കേരളത്തിലെ PSC പരീക്ഷാ സമ്പ്രദായം ഉടച്ചുവാർക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിലവിലെ പരീക്ഷാ സമ്പ്രദായം യാന്ത്രികമാണ്. പരീക്ഷയിൽ കാര്യക്ഷമതയുടെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും അംശമില്ല. മലയാളം ഭാഷാ പ്രാവീണ്യം ഉറപ്പുവരുത്തുന്നതിൽ PSC വീഴ്ച വരുത്തിയതായും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്ത് PSC എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പരീക്ഷാ നടത്തിപ്പിനെ ആകെ വിമർശിച്ചുകൊണ്ടാണ് PSC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചത്. PSCയുടെ പരീക്ഷാ സമ്പ്രദായം ഉടച്ചുവാർക്കണം. കാര്യക്ഷമതയുടെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും അംശം പരീക്ഷകളിലില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഇപ്പോഴുള്ള പരീക്ഷകൾ യാന്ത്രികതയുടെ അംശങ്ങളുണ്ട്. അങ്ങനെയൊരു യാന്ത്രികത വരുമ്പോൾ എവിടെയാണ് കാര്യക്ഷമതക്കും സാമൂഹ്യ പ്രതിബദ്ധതക്കും പ്രാധാന്യം വരുന്നത്? പരീക്ഷയുടെ കാര്യത്തിൽ PSCയുടെ കാഴ്ചപ്പാട് അടിയന്തരമായി മാറണം. കാരണം പരീക്ഷകളിൽ മലയാളം ഭാഷാ പ്രാവീണ്യം ഉറപ്പാക്കുന്നതിൽ PSCക്ക് വീഴ്ചയുണ്ടായതായും മുഖ്യമന്ത്രി പറഞ്ഞു. എന്തിനാണ് PSCക്ക് ഇതിൽ വിമുഖതയെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. മലയാള ഭാഷയിലെ പ്രാവീണ്യം പരിശോധിക്കാൻ PSCക്ക് കഴിയുന്നുണ്ടോ? ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിമുഖത നിലനിൽക്കുന്നുണ്ടോ? ഇപ്പം 80 മാർക്കാണെങ്കിൽ അതിൽ 10 മാർക്കെങ്കിലും മലയാളം അറിയാമോ എന്ന് നോക്കുന്ന തരത്തിലായാൽ എന്താണ് തകരാറ്? PSCക്ക് വിടാത്ത സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിൽ മാനേജ്മെന്റുകൾ ലക്ഷക്കണക്കിന് കോഴയാണ് പറ്റുന്നത്. എയ്ഡഡ് സ്കൂളുകളിൽ SC/ST പ്രാതിനിധ്യം പോലും 1% താഴെയാണ്. ഇത്തരം നിയമനങ്ങളിൽ സാമൂഹ്യനീതിയില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.